നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഴിമതി ആരോപണത്തിൽ മുങ്ങി കോർപ്പറേഷൻ കൗൺസിൽ യോഗം. കൗൺസിൽ ആരംഭിച്ച ഉടൻ ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മേയർക്കെതിരെ ഉയർത്തിയ അഴിമതി ആരോപണം ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിലിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ച് മേയർക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് മേയർക്ക് മുന്നിൽ പ്രതിഷേധിച്ചതോടെ മേയർ അജണ്ട വായിച്ച് കൗൺസിൽ നടപടികൾ പൂർത്തിയാക്കി. ഇവിടെ CPIMന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് വിരളി കൊണ്ടിരിക്കുകയാണ്. കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ നടത്തുന്നു. പക്ഷെ അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഭരണം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 6 വർഷമായി UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണ മുന്നേറ്റം കണ്ടുകൊണ്ട് വിരളി പൂണ്ടവർ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കുക, അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി, ചർച്ച വരാതിരിക്കാൻ വേണ്ടി പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ നിങ്ങൾക്കറിയാൻ സാധിക്കും, തളിപ്പറമ്പ് നഗരസഭ പോലെയുള്ള നന്നായി നടക്കുന്ന നഗരസഭകൾ, ഇത്തരം UDF സംവിധാനമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ CPIM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതൊന്നും വിലപ്പോവില്ല. ഇവിടെ പ്രബുദ്ധരായ ജനതയാണ് കേരളത്തിലെ, അതുപോലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ. അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഇന്നലെ അദ്ദേഹം LOA കാണിച്ചുകൊണ്ട് ഇവിടെ LOA കൊടുത്തു എന്ന് നിങ്ങളുൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് LOA കൊടുക്കാനുള്ള കാര്യം? ടെൻഡർ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്. അതിൽ രണ്ടാമത്തെ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ LOA എഗ്രിമെൻ്റ് വെക്കേണ്ടത് ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നാണ് പറഞ്ഞത്, ആഫ്റ്റർ AS എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വായിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ല മനഃപൂർവ്വം മറച്ചു വെച്ചത് കൊണ്ടോ എന്നറിയില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും, അതായത് ക്യാൻസൽ ചെയ്ത ടെൻഡറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേപ്പറുകൾ ഹാജരാക്കിക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഒരു വിവരാവകാശം പോലും കൊടുക്കാതെ കണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് കോർപ്പറേഷൻ ഇവിടെ ആലോചിക്കുന്നുണ്ട്. വളരെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാ കഥകൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പല ഉദ്യോഗസ്ഥരും CPIMന്റെ വിനീത ദാസന്മാരായിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടെത്താനും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യാനുമുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഒരു വിവരാവകാശവും ഇല്ലാതെ കോർപ്പറേഷൻ ഉത്തരവാദപ്പെട്ട രേഖകൾ എങ്ങനെ കൈമാറുന്നു എന്നുകൂടി അന്വേഷിക്കേണ്ടിരിക്കുന്നു. അതൊക്കെ ഇവിടെ കോർപ്പറേഷൻ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം Facebook, YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.